ഇപ്പം കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട്. ഫേസ്ബുക്കിൽ ഒരു 15 മണിക്കൂർ മുമ്പാണ് ആയങ്കി ഒരു പോസ്റ്റ് ഇട്ടത്. ഞാൻ കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലാണ് ഉള്ളത് എന്ന് പോലീസുകാർ അറിഞ്ഞാൽ പാവം അവരെങ്കിലും രക്ഷപ്പെടുന്നില്ല. സത്യത്തിൽ ഞാൻ ആ പോസ്റ്റ് വായിച്ചപ്പോഴാണ് നമ്മളുടെ ഒരു സിസ്റ്റത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ വല്ലാതെ ചിന്തിക്കുന്നത്. 10 വർഷം LDF സർക്കാർ കേരളം ഭരിച്ചപ്പോൾ പ്രളയവും പേമാരിയും ഓക്കിയും എന്നുവേണ്ട എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും കേരളത്തെ നേരിട്ടപ്പോൾ ഒരു ആളുകൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി റോഡുകളിലിരുന്ന് സമരം ചെയ്യേണ്ട അവസ്ഥ LDF സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ തൻ്റെ ഭർത്താവിനെയും തൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട മകളും എല്ലാം ഇന്നലെ മുതൽ റോഡുകളിലിരുന്ന് സമരം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ സേന എന്ന് നമ്മൾ തന്നെ അഹങ്കാരത്തോടെ വിശേഷിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരപകടം പറ്റുമ്പോൾ അവരെ കണ്ടെത്തി അവരുടെ കുടുംബത്തിന് ആശ്വാസം നൽകാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ മാത്രം പരാജയമാണ്. പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ സംരക്ഷിക്കാനും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നേരിട്ട് ഇടപെടാനും ഇവിടെ സർക്കാരിൻ്റെ മുന്നിട്ടിറങ്ങലാണ് ആവശ്യം. സർക്കാരിൻ്റെ ന്യൂനതകൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയുന്നതല്ല ശരിയായ രീതി, മറിച്ച് ആത്മവിശ്വാസത്തോടെയും ആ കുടുംബത്തെ ചേർത്ത് നിർത്തി പറ്റാവുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ആ കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തണം. ആയങ്കിക്ക് പിന്നാലെ പോകുന്ന പോലീസും കടലിലകപ്പെട്ട ആളുകളും ഒരേ നീതിയുടെ 2 വശങ്ങളാണ്. ഒരാൾ ജീവന് വേണ്ടി പോരാടുമ്പോൾ മറ്റേയാളെ പിടിക്കാൻ വേണ്ടി പോകുന്ന പോലീസ്. എവിടെയാണ് ന്യായം? നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. ആളുകളുടെ ജീവന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾ നെഞ്ചോട് ചേർക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരുടെ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയും